സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവിൽ പുത്തൻ പെന്തക്കോസ്തയായി തീരട്ടെ. ഈശോയിലെ എനിക്ക് വാത്സല്യമുള്ള എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ശ്ലൈഹിക അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഒരു വചനഭാഗം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. മത്തായിയുടെ സുവിശേഷത്തിലെ 12-ാമത്തെ അധ്യായത്തിൽ 43 തുടങ്ങി 45 വരെയുള്ള തിരുവചനങ്ങൾ. ആ വചനത്തിൽ പറയുന്നു, അപ്പോൾ അത് പുറപ്പെട്ട് ചെന്ന് തന്നേക്കാൾ ദുഷ്ടരായ 7 അരൂപികളെ കൂടി തന്നോടുകൂടെ കൊണ്ടുവരികയും അവിടെ പ്രവേശിച്ച് വാസമുറപ്പിക്കുകയും ചെയ്യുന്നു. പലപ്പോഴും ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുത്ത ആളുകൾ, പ്രത്യേകിച്ച് അഡിക്ഷൻ സെൻ്ററിൽ പോയവർ, ആ മനുഷ്യർ ഒരുപാട് ആഗ്രഹത്തോടുകൂടെ നവീകരണ ജീവിതം ആരംഭിച്ചിട്ട് പാതി വഴിയിൽ വെച്ചതൊക്കെ ഉപേക്ഷിക്കുന്നത് കണ്ടിട്ടുണ്ട്. അങ്ങനെ ഉപേക്ഷിക്കുന്നവരുടെ നിരാശ വളരെ വലുതാണ്. എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾ പോലും അങ്ങനെയുള്ള ആളുകളുണ്ടാകും. നിലനിൽപ്പിൻ്റെ ഒരു വരം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾ കർത്താവിൻ്റെ കരം ചേർന്ന്, കർത്താവിൻ്റെ കരം പിടിച്ച് വളരെ സൂക്ഷ്മതയോടുകൂടെ യാത്ര ചെയ്യണം. യാക്കോബിലൂടെ 12 ഗോത്രങ്ങളെ അനുഗ്രഹിക്കാൻ നീ തിരുവുള്ളമായതുപോലെ നിൻ്റെ മക്കൾക്ക് കൈവെപ്പിൻ്റെ പിൻബലത്തിൽ നിൻ്റെ നാമത്തിൽ നൽകുന്ന ഈ അനുഗ്രഹത്തെ നീ യാഥാർത്ഥ്യമാക്കാൻ കരുണ കാണിക്കണേ. ബലഹീനും പാപിയുമായിട്ടുള്ള എൻ്റെ കുറവുകൾക്കൊക്കെ പുറത്ത് നിൻ്റെ കുരിശിൻ്റെ വലിയ രക്ഷയുടെ ബലം, നീ കുരിശിൽ ചിന്തിയ തിരുരക്തത്തിൻ്റെ വലിയ അഭിഷേകം കൊണ്ട് നിൻ്റെ മക്കൾക്ക് നിൻ്റെ ആശീർവാദം ബലഹീനനും പാപിയുമായ എൻ്റെ കരങ്ങളിലൂടെ നീ സംലഗ്നമാക്കണേ. അവരുടെ ആവശ്യങ്ങൾ, അവശതകൾ, സങ്കടങ്ങൾ, അവരുടെ നൊമ്പരങ്ങൾ, അവരുടെ മുറിവുകൾ, അവരുടെ കഷ്ടപ്പാടുകൾ, സാമ്പത്തിക പരാധീനതകൾ, അവരെ അലട്ടുന്ന എല്ലാ വ്യാധികൾ എല്ലാം കർത്താവെ ഏറ്റെടുത്ത് നിൻ്റെ അനുഗ്രഹീതമായ കരത്തിൻ്റെ തണലിലെ അവരെ നീ ആശീർവദിക്കുമാറാകണമേ. ആമേൻ. ഹല്ലേലൂയ. വളരെ വലിയ ആനന്ദത്തോടെയാണ് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളോടൊപ്പമായിരിക്കുന്നത്. 145-ാം സങ്കീർത്തനം 20-ാമത്തെ തിരുവാക്യം. ദൈവത്തിൻ്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുന്നു, തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. എന്തുമാത്രം നമ്മുടെ ജീവിതങ്ങൾക്ക് പ്രത്യാശ നൽകുന്ന വാഗ്ദാനമാണിത്. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. നമ്മളെ വിഷമിപ്പിക്കുന്ന സകല ഭാരങ്ങൾ, നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളും ഈ സമയം ഈശോയുടെ കരങ്ങളിലേക്ക് വെച്ചു കൊടുക്കുക. അതെല്ലാം ഏറ്റെടുക്കുവാൻ ഇതാ നമ്മുടെ മുന്നിൽ ദൈവമായ കർത്താവ് കടന്നു വന്നിരിക്കുകയാണ്. നമ്മളെ കരുതുന്ന കർത്താവിൻ്റെ സ്നേഹം, നമ്മളെ പരിപാലിക്കുന്ന കർത്താവിൻ്റെ സ്നേഹം, എവിടെയും നമ്മളെ സംരക്ഷിക്കുന്ന നമ്മുടെ കർത്താവിൻ്റെ സ്നേഹം നമുക്ക് ഹൃദയം തുറന്ന് പ്രഘോഷിക്കാം. നമ്മൾ ഒന്നു ചേർന്ന് കരമടിച്ച് ശക്തിയോടെ പാടി ആരാധിക്കുകയാണ്. ഹല്ലേലൂയ. ശക്തിയോടെ കരമടിച്ച്. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്നവൻ, എന്റെ കർത്താവേ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശുവൻ കൂടെയുണ്ട്. എത്ര പേർക്ക് ബോധ്യമുണ്ട്? എന്നെ കൈവിടാത്തവൻ, സ്വരമുയർത്തി പാടട്ടെ. യേശുവൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. നമ്മൾ ഒന്നുകൊണ്ടും അസ്വസ്ഥരാകേണ്ട. പരിഹാരം കർത്താവിന്റെ കൈകളിലുണ്ട്. കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ,
എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. യേശുവേ, എന്തിനെന്ന് ചോദിക്കില്ല, പരാതിയില്ലാത്ത വിശ്വാസം എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എരുതിയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരുതിയിൽ വീണ അവിടെ ഞാൻ ഏകനല്ല, ഏകയല്ല. അവിടെ ഞാൻ ഏകനല്ല. എന്താ കാര്യം? വീഴുന്നതു തീയിലല്ല, യേശുവിൻ കരങ്ങളിലാ. എത്ര പേർക്ക് ബോധ്യമുണ്ട്? വീഴുന്നത് തീയിലല്ല, ഞാൻ എന്റെ കർത്താവിന്റെ കരങ്ങളിലാണ്. യേശുവിൻ കരങ്ങളിൽ. സ്വരമുയർത്തി ചേർന്ന് പാടുന്നു. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, ഇരുകരങ്ങളും കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിലേക്ക് ഉയർത്തിപ്പിടിക്കും മക്കളെ. ഇത് ആത്മവർഷത്തിന്റെ സമയമാണ്. കർത്താവ് നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്ന സമയമാണ്. എല്ലാം മറന്ന് സ്വരമുയർത്തി യേശുവിനെ വിളിക്കേ. യേശുവേ, യേശുവേ, അത്ഭുതത്തിന്റെ രാജാവേ, അത്ഭുതത്തിന്റെ ദൈവമേ, ഞങ്ങളുടെ ജീവിതങ്ങളിലേക്ക് വരണമേ, കുടുംബങ്ങളിലേക്ക് വരണമേ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുഃഖങ്ങളിലേക്ക്, ദുരിതങ്ങളിലേക്ക്, തകർച്ചകളിലേക്ക്, നൊമ്പരങ്ങളിലേക്ക്, ഞങ്ങളുടെ കഷ്ടതയിലേക്ക്, ഞെരുക്കങ്ങളിലേക്ക് യേശുവേ വരണമേ, വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കും മക്കളെ. ഇത് അനേക അത്ഭുതങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേക സൗഖ്യങ്ങൾ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു, അനേകം ജീവിതങ്ങളിൽ അഭിഷേകത്തിന് തീ കത്തിക്കൊണ്ടിരിക്കുന്നു. വർഷങ്ങളായി കുടുംബങ്ങളെ കെട്ടിവെച്ചിരിക്കുന്ന സകല ബന്ധനത്തിന്റെ കെട്ടുകളും യേശുവിന്റെ നാമത്താൽ, യേശുവിന്റെ രക്തത്താൽ, യേശുവിന്റെ വചനത്താൽ, പരിശുദ്ധാത്മ അഭിഷേകത്താൽ നിർവീര്യമാകട്ടെ. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകര് പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ, അഭിഷേകം ചെയ്യണമേ. എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവരാജ്യ ദർശനങ്ങൾ വെളിപ്പെടട്ടെ. പുതിയ കൃപകൾ, പുതിയ ശക്തി, പുതിയ അഭിഷേകം വെളിപ്പെടട്ടെ, വെളിപ്പെടട്ടെ. അവർ അനേകം മണ്ഡലങ്ങളിൽ ദൈവശക്തി ചെന്ന് അടിക്കട്ടെ. റിലീസ്. ബലഹീനമായ ജീവിതങ്ങൾ ശക്തിപ്പെടട്ടെ, തളർന്നുപോയ ജീവിതങ്ങൾ ബലപ്പെടട്ടെ. യേശുവിന്റെ നാമത്തിൽ ഗ്ലോറി, 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 ഗ്ലോറി. അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ, അഭിഷേകം പകരണമേ. അഭാപിതാവേ, ഈ സ്തുതി ആരാധന ശുശ്രൂഷയെ കരം നീട്ടും അനുഗ്രഹിച്ചതിനായി നന്ദി പറയും. യേശുവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഞങ്ങളുടെ അമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. സകല വിശുദ്ധരെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, വളരെ വലിയ ആനന്ദത്തോടെ ദൈവവചനത്തിന് മുൻപിൽ നമുക്കായിരിക്കാം. ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളെ പഠിപ്പിക്കുന്നത് ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക എന്ന സന്ദേശമാണ്. ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കണം. നമ്മുടെ ജീവിതങ്ങൾ ദൈവരാജ്യത്തിനും നമ്മുടെ കുടുംബത്തിനും സമൂഹത്തിനും നമ്മുടെ സഭയ്ക്കെല്ലാം വലിയ അനുഗ്രഹമായി മാറണമെങ്കിൽ ഈ വ്യവസ്ഥ നമ്മൾ അനുസരിച്ചേ മതിയാകൂ. ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കണം. കർത്താവ് നൽകുന്ന എല്ലാവിധത്തിലുള്ള ആത്മീയ നന്മകളും ഭൗതികമായ അനുഗ്രഹങ്ങളെല്ലാം നമ്മുടെ ജീവിതങ്ങൾക്ക് ഏറ്റുവാങ്ങാൻ കഴിയണമെങ്കിൽ എൻ്റെ സഹോദര സഹോദരി, കർത്താവ് ഇന്ന് നമ്മളെ പഠിപ്പിക്കുന്ന ഈ സന്ദേശം പൂർണ്ണമായും നമ്മൾ അനുസരിച്ചേ മതിയാകും. ചിലരെങ്കിലും ഇപ്രകാരം ചോദിക്കാറുണ്ട്, ഞങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നവരാണ്, പക്ഷെ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം സ്വീകരിക്കാൻ പറ്റുന്നില്ല. ഞങ്ങൾ പലപ്പോഴും ഉപവസിക്കുന്നുണ്ട്, ചിലപ്പോൾ ആഴ്ചയിൽ 2-3 പ്രാവശ്യങ്ങൾ ഉപവസിക്കുന്നുണ്ട്, ധ്യാന ശുശ്രൂഷകളിൽ മാറി മാറി പങ്കെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടും
കർത്താവിന്റെ സാന്നിധ്യം അനുഭവിക്കാൻ കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ വളരുവാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല. എന്താ ഇതിന്റെ കാരണം? നമ്മൾ ദൈവം നിർത്തിയിടത്തല്ല നിൽക്കുന്നത്, പൊസിഷൻ തെറ്റിയിട്ട് നിൽക്കണം. ദൈവം നിർത്തിയിടത്ത് നിൽക്കുമ്പോഴാ കർത്താവിന്റെ നന്മകൾ അനുഭവിക്കാൻ പറ്റുകയുള്ളൂ. നിങ്ങൾ ഒരു നിമിഷം ഇങ്ങോട്ട് നോക്കി. കർത്താവ് എന്നതാ ഇവിടെ കർത്താവിനെ നിർത്തിയിരിക്കുന്നത്. കർത്താവ് എന്നെ ഇവിടെ നിർത്തിയിരിക്കണേ. കർത്താവ് നിർത്തിയെടുത്ത് നിൽക്കുമ്പോൾ അവിടെ സഹനങ്ങൾ ഉണ്ടാവാം, ഞെരുക്കങ്ങളുണ്ട്, കഷ്ടതകളൊക്കെ ഉണ്ട്. നമ്മൾ തെറ്റിദ്ധരിക്കരുത്. കർത്താവ് നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ വളരെ കംഫർട്ടായ ഒരു ജീവിതമായിരിക്കും. യാതൊരു അല്ലിലും അലച്ചിലും ഉണ്ടാവുകയില്ല. വളരെ സുന്ദരമായ ഒരു ജീവിതമായിരിക്കും. നമ്മൾ ആരും അത് തെറ്റിദ്ധരിക്കുന്നത് ഒരിക്കലും കർത്താവ് ഇത് പറഞ്ഞിട്ടില്ല. ഈശോ നമ്മെ നോക്കി പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്ക് ഈ ലോകത്തിൽ ഞെരുക്കമുണ്ട്, ഞെരുക്കമുണ്ടാകുമെന്ന് തന്നെയാണ്. എന്നാൽ ഈ ഞെരുക്കത്തിന്റെയും കഷ്ടതയുടെയും നടുവിലൂടെ നമ്മളെ കരം പിടിച്ച് മുന്നോട്ട് നയിക്കാൻ മതിയായ ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണം. ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ കഷ്ടതകളും വേദനകളെല്ലാം ഉണ്ടാകാം. എന്നാൽ നമുക്ക് പറ്റുന്നതിന് വലിയൊരു പ്രശ്നം ഇതാണ്. ഈ സഹനത്തിൽ നിന്ന്, ഈ ഞെരുക്കങ്ങളിൽ നിന്ന്, ഈ കഷ്ടതകളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുവാൻ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ഇഷ്ടപ്പെടുന്ന ചില തലങ്ങളിൽ നമ്മൾ നിൽക്കുകയാണ്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുക. കർത്താവിനോട് പറഞ്ഞിരിക്കുന്നത് ഇവിടെ നിൽക്കാനാ, പക്ഷെ ഞാൻ നിൽക്കുന്നത് ഇവിടെ. നിങ്ങൾ സൂക്ഷിച്ച് നോക്കി. ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് നല്ല സുഖമുണ്ട്, സുന്ദരമായ ജീവിതമാണ്. നമ്മുടെ നാടൻ ഭാഷയിൽ പറഞ്ഞ അടിപൊളി ജീവിതമാണ്, വളരെ അല്ലിലും അനിശ്ചയമില്ലാത്ത ജീവിതം. അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുക. ഇവിടെ ഞാൻ നന്നായി പാടുന്നു, ഹൃദയം നുറുക്കി ഞാൻ പ്രാർത്ഥിക്കുന്നു, ഞാൻ ദൈവത്തെ ആരാധിക്കുന്നു, ഞാൻ വചനം പ്രഘോഷിക്കുന്നു, ആത്മീയ ശുശ്രൂഷകളൊക്കെ പങ്കെടുക്കുന്നു. പക്ഷെ ഇതെല്ലാം ചെയ്തിട്ടും അനേകര് നിരാശരാകുന്ന കാരണം എന്താ? ദൈവം എന്നെ നിർത്തിയിരിക്കുന്നത് ഈ മണ്ഡലത്തിലാ. എന്നാൽ ഞാൻ നിൽക്കുന്നത്, ഞാൻ ആഗ്രഹിക്കുന്ന ഈ സ്ഥലത്താണ്. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോഴെല്ലാം കർത്താവിന്റെ നന്മയും അനുഗ്രഹവും സൗഖ്യവും ഒക്കെ കടന്നു വരുന്നുണ്ട്. എങ്ങോട്ടാ വരുന്നത്? ദൈവം എന്നെ നിർത്തിയിരിക്കുന്ന ഈ സ്ഥലത്ത് കർത്താവിന്റെ നന്മകൾ, അനുഗ്രഹങ്ങളെല്ലാം ഒഴുകപ്പെടുന്നുണ്ട്. എനിക്കത് അനുഭവിക്കാൻ കഴിയാത്തതിനെ കാരണം ഞാൻ പൊസിഷൻ തെറ്റിയിട്ടാണ് നിൽക്കുന്നത്. എങ്കിൽ സഹോദര, സഹോദരി, നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിളാണ്, വളരെ സിമ്പിളാ. കർത്താവ് നിർത്തിയിടത്തേക്ക് നമ്മൾ മടങ്ങി വരിക. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവിന്റെ നന്മകൾ പെയ്തിറങ്ങണമെങ്കിൽ, നമ്മുടെ ജീവിതങ്ങൾ അനേകം ആയിരങ്ങൾക്ക് ഒരു അനുഗ്രഹമായി മാറണമെങ്കിൽ കർത്താവ് നൽകുന്ന ഈ മെസ്സേജ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ സ്വീകരിക്കണം. ദൈവത്തിന്റെ വിശുദ്ധ വചനം നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോഴും നമുക്കിത് കാണാൻ പറ്റും. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ പൂർവ്വപിതാവായ അബ്രഹാമിന്റെ ജീവിതത്തിലുള്ള ബന്ധത്തിൽ കർത്താവ് അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ, നീ ഏറെ സ്നേഹിക്കുന്ന നിന്റെ ഏകമകൻ ഇസഹാക്കിനെ കൂട്ടി മോറിയ മലയിൽ ഞാൻ കാണിക്കുന്ന സ്ഥലത്ത് അവന് നീ ദഹനബലിയായി അർപ്പിക്കണം. ഞാൻ കാണിക്കുന്ന സ്ഥലത്ത്. കർത്താവ് ഒരു പൊസിഷൻ അബ്രഹാമിന് പറഞ്ഞു കൊടുക്കുക. ഞാൻ കാണിക്കുന്ന സ്ഥലത്ത്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തോടും ഇതുപോലെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. നമ്മളായിരിക്കേണ്ട സമൂഹം, നമ്മളായിരിക്കേണ്ട കുടുംബം, നമ്മളായിരിക്കേണ്ട ജീവിതത്തിന്റെ ശൈലി, നമ്മൾ എപ്രകാരം പെരുമാറണം, നമ്മൾ എങ്ങനെ സംസാരിക്കണം, നമ്മൾ എന്ത് ചെയ്യണം, കർത്താവ് വളരെ വ്യക്തതയോടുകൂടി നമ്മോട് സംസാരിക്കുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 22-ാം അധ്യായം 9-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ വചനം പ്രഖ്യാപിക്കുകയാണ്, ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തിയപ്പോൾ അവൻ അവിടെ കർത്താവിനായി ഒരു ബലിപീഠം പണിതു. ദൈവം പറഞ്ഞ സ്ഥലത്ത് അബ്രഹാം എത്തുകയാ. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ വിജയിക്കുവാനുള്ള വഴി, നമ്മുടെ ജീവിതം അനുഗ്രഹത്തിലേക്ക് വരുവാനുള്ള വഴി, നമ്മുടെ അഭിഷേകത്തിൽ വളരുവാനുള്ള വഴി. ഇതാ ദൈവം പറഞ്ഞെടുത്ത് നമ്മൾ നിൽക്കുക. അപ്പൊ അബ്രഹാം ചിന്തിക്കുക, ഞാൻ എന്തിനാ ഈ മോറിയ മലയിലോട്ട് പോണേ? വേറെ എത്രയോ മലകൾ ഇവിടെയുണ്ട്. കർമ്മൽ മലയിലോട്ട് പോയാ പോരെ, സീനായ് മലയിലോട്ട് പോയാ പോരെ എന്നും പറഞ്ഞ് അബ്രഹാം തനിക്ക് ഇഷ്ടപ്പെട്ട മലമുകളിൽ പോയിരുന്നുവെങ്കിൽ കർത്താവിന്റെ പ്രൊവിഡൻസ് അനുഭവിക്കുവാൻ ഒരിക്കലും അബ്രഹാമിന് സാധിക്കുമായിരുന്നില്ല. വചനം പറയുന്നുണ്ട്, അവൻ അവിടെ എത്തിയപ്പോൾ എന്തുണ്ടായി? ബലിയായി ഇസഹാക്കിന് അർപ്പിക്കേണ്ടതിന് പകരം കർത്താവ് ഒരു മുട്ടാടിനെ അബ്രഹാമിന് കൊടുക്കുകയാണ്. കർത്താവ് ഒരുക്കിയ പ്രൊവിഷൻ, പ്രൊവിഡൻസ് അബ്രഹാമിന് അനുഭവിക്കാൻ കഴിഞ്ഞു. ഇസഹാക്കിനെ ആ നന്മയിൽ പങ്കുപറ്റാൻ കഴിഞ്ഞു. ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിലും കർത്താവിന്റെ പ്രൊവിഡൻസ് നമുക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ വില കൊടുത്ത് കർത്താവ് നിർത്തിയിടത്ത് തന്നെ നമ്മൾ നിൽക്കണം. കർത്താവിന്റെ സ്വരം കേൾക്കാതെ നമുക്കിഷ്ടപ്പെട്ട സാഹചര്യങ്ങളിലേക്ക്,
നമുക്ക് വളരെ സുഖകരമായി തോന്നുന്ന അനുഭവങ്ങളിലോട്ട്, അപ്രകാരമുള്ള മണ്ഡലങ്ങളിലേക്ക്, ചിലപ്പോൾ ആത്മീയ ശുശ്രൂഷ മേഖലകൾ വരെയാകാം, കർത്താവിന്റെ സ്വരം കേൾക്കാതെ ഒരു അടി നമ്മൾ മുന്നോട്ട് വയ്ക്കരുത്. നമ്മൾ മുന്നോട്ട് പോയാൽ, ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അത് എന്റെയും നിങ്ങളുടെയും പരാജയത്തിന്റെയും തകർച്ചയുടെയും വലിയ നാശത്തിന്റെയും കാരണമാകുമെന്ന് ഈ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് മുന്നറിയിപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. വീണ്ടും നമ്മൾ വചനത്തിലോട്ട് വാ. പുറപ്പാടിന്റെ പുസ്തകം 17-ാം അധ്യായം 6-ാം വചനത്തിലോട്ട് വരുമ്പോൾ അവിടെ പ്രവാചകനായ മോശയെ നോക്കി കർത്താവ് സംസാരിച്ചു. മോശ, എന്റെ ജനത്തിന് ഇഷ്ടം പോലെ ഞാൻ ദാഹജലം കൊടുക്കുവാൻ ആഗ്രഹിക്കുകയാണ്. തുടർന്ന് ദൈവം പറഞ്ഞു, ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും, ആ പാറയിൽ നീ വടി കൊണ്ട് അടിക്കണം. അടിക്കുമ്പോൾ ആ പാറയിൽ നിന്ന് ഇസ്രായേൽ ജനത്തിന് ആവശ്യമായ ദാഹജലം ഒഴുകപ്പെടും. ഞാൻ ഈ വചനഭാഗം വായിച്ചപ്പോൾ ഞാൻ ചിന്തിച്ചു, ആ മരുഭൂമിയിൽ എന്തുമാത്രം കരിമ്പാറ കൂട്ടങ്ങളുണ്ട്. എന്നാൽ ദൈവം കൃത്യമായൊരു പൊസിഷൻ മോശയ്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹോറേബിലെ പാറമേൽ ഞാൻ നിൽക്കും, ആ പാറയിൽ തന്നെ നീ അടിക്കണം. മോശ ഇപ്രകാരം ചിന്തിക്കുക, എന്തിനാ അവിടെ ചെന്ന് അടിക്കണേ? വേറെ അതിനേക്കാൾ എത്രയോ വലിയ ഉന്നതമായ പാറകൾ ഈ മരുഭൂമിയിലുണ്ട്. ആ പാറക്കെട്ടുകളിൽ അടിച്ചാ പോരെ? അങ്ങനെ അടിച്ചിരുന്നുവെങ്കിൽ എന്തു പറ്റുമായിരുന്നു? അടിച്ചടിച്ച് തളരാന്നല്ലാതെ കർത്താവിന്റെ പ്രൊവിഡൻസ് അനുഭവിക്കാൻ ദൈവജനത്തിന് കഴിയുമായിരുന്നില്ല. പ്രിയമുള്ളവരെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ആരാധിക്കുമ്പോഴും ആത്മീയ ശുശ്രൂഷകളിൽ വ്യാപൃതരാകുമ്പോഴും വചനം പ്രഘോഷിക്കുമ്പോഴും മധ്യസ്ഥ നടത്തുമ്പോഴൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട വലിയൊരു കാര്യമാണ്, കർത്താവ് പറഞ്ഞിടത്താണ് ഞാൻ നിൽക്കുന്നത്? കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു ജീവിത ശൈലിയാണ് ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്? അതോ ഞാൻ പൊസിഷൻ തെറ്റിയിട്ടാണ് നിൽക്കുന്നത്? ഇത് വളരെ കൃത്യതയോടെ നമ്മൾ എപ്പോഴും പരിശോധിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെടുകയില്ല. നമ്മുടെ ജീവിതം അനേകം കുടുംബങ്ങൾക്ക്, തിരുസഭയ്ക്ക്, അനേകം ആയിരം ആത്മാക്കൾക്ക് അനുഗ്രഹമായി, രക്ഷയ്ക്ക് കാരണമായി കർത്താവ് മാറ്റുന്നത് പ്രകടമായി കാണുവാൻ എനിക്ക് നിങ്ങൾക്കും കഴിയും. വീണ്ടും തിരുവചനത്തിലോട്ട് വാ. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17-ാം അധ്യായം അവിടെ 2-ാം വചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. പ്രവാചകനായ ഏലിയായുടെ ദൈവം പറഞ്ഞു, ഏലിയ, നീ ജോർദാന് സമീപമുള്ള കെറീത്ത് നീർച്ചാലിനരികെ ഒളിച്ചു താമസിക്കുക. കർത്താവ് പൊസിഷൻ പറഞ്ഞു കൊടുക്കുക. കെറീത്ത് നീർച്ചാലിനരികെ. ഈ വചനത്തിലൂടെ എല്ലാം എന്താണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്? നമ്മൾ ആര് തന്നെയായാലും, നമ്മൾ എന്തുമാത്രം ആത്മീയമായി ഉന്നതരാണെങ്കിലും, കർത്താവ് പറയുന്ന വ്യവസ്ഥ നമ്മൾ അനുസരിച്ചില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ജീവിതങ്ങൾ ദൈവരാജ്യത്തിനും ഈ സമൂഹത്തിനും അനുഗ്രഹമായിട്ട് മാറുകയില്ല. നമ്മൾ അനേകർക്ക് കണ്ണീരും വേദനയായിട്ട് മാറും. എലിയായുടെ ദൈവം പറയാണ്, കെറീത്ത് നീർച്ചാലിനരികെ നീ താമസിക്കണം. കർത്താവിന്റെ സ്വരം വളരെ വ്യക്തമായി കേട്ട് വില കൊടുത്ത് ഏലിയ അതനുസരിക്കുകയാണ്. ഏലിയ അതനുസരിച്ചപ്പോൾ, കർത്താവ് പറഞ്ഞ പൊസിഷനിൽ ഏലിയ നിന്നപ്പോൾ എന്തുണ്ടായി? 6-ാമത്തെ തിരുവചനം. അവിടെയാണ് കർത്താവിന്റെ പ്രൊവിഡൻസ് അനുഭവിക്കാൻ ഏലിയായ്ക്ക് കഴിയുന്നത്. വചനം വെളിപ്പെടുത്തുകയാണ്, കാക്കകൾ കാലത്തും വൈകിട്ടും ഏലിയായ്ക്ക് അപ്പവും മാംസവും കൊണ്ടുവന്ന് കൊടുത്തു. ആദ്യത്തെ കാറ്ററിംഗ് സർവീസ് അവിടെ നിന്നാണ് ആരംഭിച്ചത്. കാക്കകൾ ചരിത്രത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല. കാക്കകളുടെ പ്രത്യേകത എന്താ? അത് നമ്മുടെ ആഹാരങ്ങൾ തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്ന പക്ഷിയാ. എന്നാൽ അപ്രകാരം ഒരു പക്ഷിയിലൂടെ ദൈവം തന്റെ പ്രവാചകനായ ഏലിയായി തീറ്റിപ്പോയിട്ട് എന്താ കാരണം? എന്തുകൊണ്ട് ഇത് സംഭവിച്ചത്? ഏലിയ കർത്താവ് പറഞ്ഞെടുത്ത് നിന്നു. കർത്താവിന്റെ പ്രൊവിഡൻസ്, പ്രൊവിഷൻ അവോളം അനുഭവിക്കാൻ ഏലിയായ്ക്ക് കഴിഞ്ഞു. നമ്മൾ സുവിശേഷത്തിലോട്ട് വാ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം 7-ാം തിരുവചനത്തിൽ നമുക്ക് കാണാൻ പറ്റും. അവിടെ അന്ധനായൊരു മനുഷ്യൻ, കർത്താവ് ആ മനുഷ്യന്റെ കണ്ണുകളിൽ ചേറു പുരട്ടുകയാ. നിലത്ത് തുപ്പി ചെളിയുണ്ടാക്കി അവന്റെ കണ്ണുകളിൽ പുരട്ടിക്കൊണ്ട് കർത്താവ് പറഞ്ഞു, സീലോഹ കുളത്തിൽ പോയി നീ കഴുകുക. സീലോഹ കുളത്തിൽ പോയി നീ കഴുകുക. കർത്താവ് ഒരു പൊസിഷൻ കാണിച്ചു കൊടുക്കുക. ഞാൻ വീണ്ടും പ്രകാരം ചിന്തിച്ചു. ആ അന്ധനായ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഞാൻ എന്തിനാ സീലോഹയിൽ പോയി കഴുകണേ? ബെത്സയിദ കുളത്തിൽ പോയി കഴുകിയാ പോരെ, അല്ലെങ്കിൽ ജോർദാൻ നദിയിൽ പോയി കഴുകിയാ പോരെ എന്ന് ചിന്തിച്ച് അവൻ അവിടെ പോയി കഴുകിയിരുന്നെങ്കിൽ എന്തു പറ്റുമായിരുന്നു? കഴുകി അവൻ നിരാശപ്പെടാന്നല്ലാതെ
കർത്താവ് നൽകിയ സൗഖ്യം അനുഭവിക്കാൻ ഒരിക്കലും അന്ധനായ മനുഷ്യന് കഴിയുമായിരുന്നില്ല. എന്നാൽ കർത്താവ് പറഞ്ഞ പൊസിഷനിൽ ചെന്ന് സീലാഹ കുളത്തിൽ പോയി അവൻ തന്റെ കണ്ണുകൾ കഴുകിയപ്പോൾ വചനം പഠിപ്പിക്കുകയാണ്, അവൻ കാഴ്ചയുള്ളവനായി. ഹല്ലേലൂയ! പ്രിയ സഹോദര സഹോദരി, ഇതെനിക്കും നിങ്ങൾക്കുമുള്ള കർത്താവിന്റെ സ്വരമാണ്. നീ കടുത്ത നിരാശയിലായിരിക്കേണ്ട വ്യക്തിയല്ല. ജീവിതം വഴിമുട്ടിപ്പോയല്ലോ എന്ന് വിചാരിച്ച് ജീവിതത്തോട് പഴി പറഞ്ഞ് ജീവിക്കേണ്ട ഒരു വ്യക്തിയല്ല. ഈ ഗതി എനിക്ക് സംഭവിച്ചല്ലോ, എന്റെ കുടുംബം ഇതുപോലെ ആയല്ലോ, ഞാൻ പ്രാർത്ഥിച്ചിട്ടും കർത്താവ് ഇടപെടുന്നില്ലല്ലോ, എന്നോട് മാത്രം എന്തുകൊണ്ടത് ഈ ക്രൂരത ചെയ്യുന്നത്, എന്റെ കുടുംബത്തിനും മാത്രം എന്തുകൊണ്ടാ ഈ ഗതി സംഭവിച്ചത് എന്ന് ചിന്തിച്ച് ആകുലപ്പെട്ട് ജീവിതത്തെ പഴി പറഞ്ഞ് പരാതി പറഞ്ഞ് നശിക്കേണ്ട ഒരു വ്യക്തിയല്ല നീ. കർത്താവ് നിർത്തിയ മണ്ഡലങ്ങളിൽ നമ്മൾ വില കൊടുത്ത് നിൽക്കുമ്പോൾ കർത്താവിന്റെ അത്ഭുതങ്ങൾ കാണുവാൻ പറ്റും. കർത്താവ് തന്റെ ജനത്തിനു വേണ്ടി ഒരുക്കുന്ന ആ കരുതൽ അനുഭവിക്കാൻ പറ്റും. പ്രിയ ദൈവമക്കളെ, പരിപൂർണമായും ഈ വചനത്തിൽ നമുക്ക് വിശ്വസിക്കാം. നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ഒരു മടങ്ങി വരവിന് നമ്മൾ തയ്യാറാവുക. എനിക്ക് ഇമ്പകരമായ, എനിക്കിഷ്ടപ്പെട്ട എൻ്റെ പാപ ജീവിതങ്ങൾ ഉപേക്ഷിച്ച് കർത്താവ് നിർത്തിയിടത്ത് വില കൊടുത്ത് നിൽക്ക്. എനിക്കിഷ്ടപ്പെട്ട ഈ തലങ്ങളിൽ നിന്ന് ഞാനൊരു മടങ്ങി വരവിന് തയ്യാറാകുക. സഹോദര സഹോദരി, നീ ഒരു മടങ്ങി വരവിന് തയ്യാറാണോ എങ്കിൽ നിന്റെ ജീവിതത്തിൽ ഈ വചനം ഫുൾഫിൽ ചെയ്യാൻ യേശുക്രിസ്തു മതിയായവനാണെന്ന് പരിശുദ്ധാത്മ പഠിപ്പിക്കുകയാണ്. കർത്താവിന്റെ പ്രൊവിഡൻസ്, കർത്താവിന്റെ പ്രൊട്ടക്ഷൻ, കർത്താവ് ഒരുക്കുന്ന രക്ഷ, കർത്താവ് നൽകുന്ന മിഷൻ, ഇതെല്ലാം എനിക്ക് നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റണമെങ്കിൽ മറക്കരുത്, ദൈവം നിർത്തിയെടുത്ത് നമ്മൾ നിൽക്കുക. അതിനായി നമ്മുടെ ജീവിതങ്ങളെ കർത്താവിന് സമർപ്പിക്കാം. ഒരു പുതിയ ജീവിതത്തിനായുള്ള തീരുമാനം നമുക്കെടുക്കാം. നമ്മുടെ ജീവിതങ്ങളെയും കുടുംബങ്ങളെയും നിരവധിയായ നിങ്ങളുടെ സകല ആവശ്യങ്ങളെയും കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആദ്യ സഭ അന്നു കണ്ട ശക്തി വൈഭവം ഭൂവി പുത്തൻ